ഓൾ ടൈം ഹൈയിൽ നിന്നും അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയതുമായ ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തേത് ഇൻഡസ്ഇൻഡ് ബാങ്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.5% ഉയർന്ന് 792 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 61,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 8.5 ഡിവിഡൻഡ് ഈൽഡ് 2%. ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയിൽ ചില ഡിസ്ക്രിപ്പൻസീസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മാർച്ച് മാസത്തിൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന സ്റ്റോക്ക് ക്രാഷ് ആയിരുന്നു. അവിടെ നിന്നും ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയിൽ എക്സ്റ്റേണൽ ഓഡിറ്റ് കണ്ടെത്തുകയും എക്സ്റ്റേണൽ ഓഡിറ്റിൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റിനേക്കാളും താഴ്ന്ന രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ബാങ്കിന് സംഭവിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതായത് 2.3% പ്രൊജക്റ്റഡ് ഇമ്പാക്റ്റിൽ നിന്നും 2.27% ആക്ച്വൽ ഇമ്പാക്റ്റാണ് ബാങ്കിന് സംഭവിച്ചത്. പ്രൊജക്റ്റഡ് ഇമ്പാക്റ്റിനേക്കാളും കാര്യങ്ങൾ മെച്ചമായതുകൊണ്ട് സ്റ്റോക്കിൽ ബോട്ടം ലെവലിൽ നിന്നും ഒരു റിക്കവറി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും അതായത് ബുധനാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക് 5% ഉയർന്നിരുന്നു. കൂടാതെ സംഭവിച്ച ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയിലുള്ള ഡിസ്ക്രിപ്പൻസീസിനെതിരെയുള്ള കറക്റ്റീവ് ആക്ഷൻ എന്ന നിലയിൽ കമ്പനി അതിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിനെ മാറ്റിയിരുന്നു. സന്തോഷ് കുമാർ എന്ന വ്യക്തിയാണ് കമ്പനിയുടെ CFO ആയി ചാർജ് ഏറ്റെടുക്കുന്നത്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലും കീ പോർട്ട്ഫോളിയോയിൽ വന്ന ചേഞ്ചസിൻ്റെ പശ്ചാത്തലത്തിലും ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന സ്റ്റോക്ക് 52 വീക്ക് ലോയിൽ നിന്നും റിക്കവറായി കഴിഞ്ഞു. കൂടാതെ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.8% ഉയർത്തി. 24.7% നിന്നും 29.5%ലേക്കാണ് FIS സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിരിക്കുന്നത്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്കിന് 650-700 ഒരു സപ്പോർട്ട് ലഭിച്ചു. അവിടെ നിന്നും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് 800 എന്ന റെസിസ്റ്റൻസിന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. വരും സമയങ്ങളിൽ 800 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഗ്യാപ്പ് ഫില്ലിംഗ് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്നും 900, 950, 1000 തുടങ്ങിയ ലെവലുകളിലേക്ക് നീങ്ങാൻ പോസിബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. രണ്ടാമത്തേത് അദാനി വിൽമാർ എന്ന സ്റ്റോക്കും ദീർഘകാലമായി കറക്ഷൻ ഫേസിലൂടെ കടന്നു പോയതിനു ശേഷം ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്ന സ്റ്റോക്കാണ്. 52 വീക്ക് ഹൈ 403, 52 വീക്ക് ലോ 231. അദാനി വിൽമാറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 1.16% നിന്നും 4.31%ലേക്കാണ് ഉയർത്തിയത്. ഇവിടെ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് 87 നിന്നും 74.3ലേക്ക് റെഗുലേറ്ററി ഇൻസ്ട്രക്ഷൻസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 10.9 നിന്നും 12.08ലേക്ക് ഉയരുകയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 8.9% ഉയരുകയും ചെയ്തു. അദാനി വിൽമാർ എന്ന സ്റ്റോക്ക് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം റിക്കവറിക്ക് ശ്രമിക്കുകയാണ്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 2 മാസമായി സ്റ്റോക്കിന് 250 മുകളിൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 275 എന്ന റെസിസ്റ്റൻസിനെയും സ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഹയർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. 300, 325 തുടങ്ങിയ റേഞ്ചുകളിൽ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഈ ഗ്യാപ്പ് ഫില്ലിംഗ് വരും സമയങ്ങളിൽ സ്റ്റോക്കിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മൂന്നാമത്തേത് പ്രീമിയർ എനർജി ലിമിറ്റഡും IPO പ്രൈസിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന സ്റ്റോക്കാണ്. 52 വീക്ക് ഹൈ 1388, 52 വീക്ക് ലോ 774. സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. ഈ കമ്പനിയിൽ FISഉം DISഉം സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.3 നിന്നും 2.9ലേക്കും DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7.9 നിന്നും 8.6ലേക്കുമാണ് ഉയർന്നിരിക്കുന്നത്. പ്രീമിയർ എനർജി എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1000 ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. എന്നാൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, അതായത് ഏറ്റവും പ്രധാന റെസിസ്റ്റൻസ് 1050, 1100 തുടങ്ങിയ ലെവലുകളാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതും അതേസമയം മാർക്കറ്റിൽ IPO പ്രൈസിനേക്കാളും അതായത് ലിസ്റ്റിംഗ് പ്രൈസിനേക്കാളും താഴ്ന്ന ലെവലിൽ ലഭിക്കുന്നതുമായ ഒരു സ്റ്റോക്കാണ് പ്രീമിയർ എനർജി. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിലും V ഷേപ്പ് റിക്കവറിയും സ്ട്രോങ് ബേസ് ഫോർമേഷനും സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ മറ്റൊരു സ്റ്റോക്ക് സുസ്ലോൺ എനർജിയാണ്. സ്റ്റോക്ക് 55 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 75,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി. സുസ്ലോൺ എനർജി എന്ന സ്റ്റോക്കും 80 എന്ന ഓൾ ടൈം ഹൈയിൽ നിന്നും കറക്ഷൻ ഫേസിലൂടെ നീങ്ങി. അതിനുശേഷം 47 സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിച്ചു. ഇപ്പോൾ 50 മുകളിൽ 55 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം സുസ്ലോൺ എനർജിക്ക് 100 മെഗാവാട്ട് ശേഷിയുള്ള ഒരു വിൻഡ് എനർജി പ്ലാന്റും സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള ഓർഡറും മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ചിരുന്നു.
തുടർച്ചയായ ഓർഡറുകൾ കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിക്യൂഷൻ റേറ്റ് മികച്ചതാണ്. മറ്റുള്ള ബ്രോക്കേജ് ഏജൻസികളും സുസുലോൺ എനർജി എന്ന സ്റ്റോക്കിൽ ബുള്ളിഷ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നു. മൊത്തിലാൽ ഒസ്വാൾ 21% അപ്സൈഡിൽ 70 രൂപയുടെ ടാർഗറ്റാണ് സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് നോക്കിയാൽ DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9.3 നിന്നും 8.7 കുറഞ്ഞു. അതേസമയം FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 22.87 നിന്നും 23.04 ഉയർന്നിട്ടുണ്ട്. 47 സ്ട്രോങ് സപ്പോർട്ടും 50 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയുമാണ്. ഡിമാൻഡിംഗ് സോണിനടുത്ത് തന്നെയാണ് സ്റ്റോക്ക് ഇപ്പോഴും. അതേസമയം ഇവിടെ നിന്നും 60 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ പൂർണ്ണമായി അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്